ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇത് സ്കിപ്പ് ചെയ്തോളുക, നിങ്ങളപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഉണ്ടാകാനായിട്ട് പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എംപറർ കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ 2 ഓഫ് സോഡ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നല്ല പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തി ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു ചാൻസും കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു വ്യക്തി ആകാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒത്തിരിയധികം ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. വളരെ പ്രതീക്ഷകളോടെയാണ് അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ നോക്കിയാൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ കാര്യത്തിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് ട്രാപ്പായിട്ടിരിക്കുന്നത് കാണുന്നു. പിന്നെ അയാൾക്ക് തന്നെ സ്വയം തോന്നുന്നത് തനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിൽ നിന്ന് തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. അതേ സമയം തന്നെ ഒരു നിങ്ങളിൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വിഷമം തോന്നുന്നു. അതായത് എന്തോ ഒരു ഭാരം, വിഷമം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിങ്സുകൾ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും മാനസികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ നാളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ മുൻപിൽ വന്നിട്ടുള്ള ഒരു ചലഞ്ചസ് ഇനിയും തനിക്ക് ഇതുപോലെയുള്ള ചലഞ്ചസ് ഉണ്ടാകുമോ, അതെല്ലാം തന്നെ വേട്ടയാടുമോ എന്നായിരിക്കാം. അതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്യുന്ന വിഷമങ്ങൾ എപ്പോൾ മാറും എന്നൊരു ചിന്തയായിരിക്കാം. പക്ഷെ ഈ ഒരു കാർഡ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ തന്നെയാണ്. അതൊരു 72 hours അതൊക്കെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകും എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നീട് ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാകും. കാരണം ഈ ഒരു പേഴ്സൺ പോസിറ്റീവ് കർമ്മങ്ങളാണ് ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളാണോ ഈ വ്യക്തി ചെയ്യുന്നത് അതിലൊരു പോസിറ്റിവിറ്റി വരുത്താനായിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് വരാനായിട്ട് കഴിയുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം എത്രത്തോളം നിങ്ങളും അയാളും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഈ ഒരു സ്പീഡിൽ അയാൾക്ക് ആക്ഷൻ എടുക്കാനും ഒരു ബാലൻസ് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. അത് ഇവർക്ക് അതാണ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് അവർക്ക് എത്രമാത്രം ആഗ്രഹം, അറ്റാച്ച്മെന്റ് ഒക്കെ അട്രാക്ഷൻ ഒക്കെ ഉണ്ടാകുന്നു. അതാണ് അവരുടെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്നത്.
അതായത് തനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി എന്താണ് ലഭിച്ചതെന്നും അടുത്ത ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചൊക്കെ തുറന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു അവസരം ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പോസിറ്റീവിൽ തുടങ്ങിയ സംസാരങ്ങൾ പിന്നീട് അത് വളരെയധികം വിഷമത്തിലേക്ക് പോയി വഴക്കും മൊക്കാണം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു മൈൻഡ് അനുസരിച്ച് ചാടി കയറി കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺലി അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. ഒന്ന് ജസ്റ്റ് പിടിച്ചു വെച്ച് വൃത്തിയായിട്ട് ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ആ വ്യക്തിയുടെ ഒരു ഗോള് നിങ്ങളുടേത് തന്നെയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നിടത്തേക്ക് തന്നെയാണ് നിങ്ങളും ഫോക്കസ് ചെയ്യുന്നത് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകണം. ആ ഒരു ചിന്ത അവർക്ക് ഉണ്ടാകണം. അവർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കും അത് നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവരുടെ ഒരു പേടിയൊക്കെ എടുത്തു കളയാനും കൂടുതൽ ശക്തിയോടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ലവറിനെ കുറിച്ച് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആരുമായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളതെങ്കിൽ അവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഇതിൽ നിന്നൊരു റിലീഫ് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു കുരുക്കിൽ പെട്ടുപോയി, ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും, ചാടും എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈവൻ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷെ അത് കാണാനോ തിരിച്ചറിയാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ വിചാരിക്കാൻ എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത വഴികൾ പലപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും വഴികളിലൂടെ ഒന്നും വരണമെന്നില്ല. എപ്പോഴും അങ്ങനെ നടക്കുകയുമില്ല. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്ന വഴിയിൽ നിങ്ങൾ പോയി നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പോകേണ്ടുന്ന ഇടത്ത് തന്നെയായിരിക്കും അവസാനം എത്തിച്ചേരുക. പക്ഷെ വഴി ചിലപ്പോൾ ഒന്ന് മാറിപ്പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്ലാൻ ചെയ്ത വഴിയിലൂടെ പോകണമെന്നില്ല. യൂണിവേഴ്സിന്റെ വഴിയിലൂടെ പോയാലും എയിം ഒന്ന് തന്നെ, ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എത്തിച്ചേരേണ്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയുള്ളൂ. ഓക്കെ, യൂണിവേഴ്സ് വരയ്ക്കുന്ന വഴിയിലൂടെ നിങ്ങൾ വരയ്ക്കുന്ന വഴിയിലൂടെയും മാറി മാറി സഞ്ചരിച്ച് ഇങ്ങനെ നിങ്ങൾ ഒരു ടെൻഷനിലും പ്രോബ്ലത്തിലും മറ്റുമായിട്ട് എങ്ങും എത്താതെ പോകുന്നതിലും നല്ലത് ഒന്നില്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പുറകെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ യൂണിവേഴ്സ് വിളിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുക. യാതൊരു പേടിയും കൂടാതെ കാലുകൾ മുന്നോട്ട് വെക്കുക. മുന്നിൽ കുഴിയാണ്, അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാകുമോ ദോഷം ഉണ്ടാകുമോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും നിങ്ങളിങ്ങനെ പേടിച്ച് നിൽക്കാതെ അപ്പോൾ നിങ്ങൾ പതിയെ പടിപടി വെച്ച് മുന്നോട്ട് പോവുക. അപ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിന് വരുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ധൈര്യം വേണം, ഒരു കറേജ് വേണം, തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം. അതാണ് ഇപ്പോൾ ഒരാളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം വേണം. ആ ഒരു ധൈര്യം എപ്പോഴാണോ ഉണ്ടാകുക അപ്പോഴതിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉയർന്ന രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമാണ് ഒരു റിവാർഡ് കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ ഒരു സേഫ് സോണിൽ നിന്ന് എപ്പോഴും കാണിച്ചുകൊണ്ട് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ചിറകുകൾ ഉയർത്തി പറക്കാനായിട്ട് ശ്രമിക്കൂ. അതുപോലെ സക്സസ് നിങ്ങളുടെ അടുത്തെത്തുക തന്നെ ചെയ്യും. നിങ്ങളെ എൻകറേജ് ചെയ്യാനുള്ള ആളുകളും അടുത്ത് തന്നെയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോവുക. ഈവൻ നിങ്ങളുടെ പാർട്ട്ണറാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവരെ ആ ഒരു സപ്പോർട്ടിൽ, നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയിൽ അവർ തനിയെ ഉയർന്ന് മുന്നോട്ട് കയറി വരും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് 72 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം യൂണിവേഴ്സ് കണ്ടെത്തും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു
കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഹിയറിംഗ് ഇഷ്യൂസ് എന്നുള്ള ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ നിങ്ങളിപ്പോൾ കാണുന്ന റെയിൻബോ സയൻസ് ഒരു മാറ്റത്തിന്റെ സയൻസ് ആണ്. അത് തന്നെയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ഫോട്ടോഗ്രാഫി, റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 38 ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നു. മാർച്ച് മന്ത്. ഓക്കെ, ലെറ്റർ എസ്. മെയ് മന്ത്. ഷോർട്ട് ടെമ്പേർഡ്, വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ആളുകളോ ഒക്കെ ആകാനോ കരയുന്ന ആളുകളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എസ്. ടാറ്റു ഓൺ നെക്ക്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു റീഡിംഗ് ആയിട്ട് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. 777 ഒരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നു. 639 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്, സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 41 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്ക് കിട്ടുന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ കോട്ടയം ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. 1989 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1995 കൊല്ലം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് ബന്ധമുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടുന്നു. റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നു. നമ്പർ 32 നമുക്ക് കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.